പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ദാനമായി നൽകിയതോർത്ത് നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം. കോവിഡ്-19 ഈ പ്രത്യേക അവസ്ഥയിൽ ലോകം മുഴുവനും ലോക്ക്ഡൗൺ ആയിരിക്കുമ്പോൾ, നമ്മളൊക്കെ നമ്മുടെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ, ഭൗതികമായിട്ടുള്ള ജോലിയുടെ ബന്ധത്തിലോ മറ്റുള്ള എന്തൊരാവശ്യത്തിനും നമുക്ക് സഞ്ചരിക്കുവാനോ പോകുവാനോ വരുവാനോ കഴിയാത്ത ഈ അവസ്ഥയിലൊക്കെ നമ്മളായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഗുണമായെന്ന് പറയാൻ തക്കവണ്ണം നാളെ എല്ലാ ദൈവമക്കൾക്കും കർത്താവ് ഇടയാക്കട്ടെ എന്ന് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ പ്രത്യേക അവസ്ഥകൾ നമ്മുടെ ഭവനങ്ങളിലായിരിക്കുന്നത് ദൈവത്തോടും ദൈവവചനത്തോടും നമുക്ക് അധികമായി അടുക്കുവാൻ, ദൈവത്തോട് നമുക്ക് നീതി പുലർത്തുവാൻ, ദൈവവചനത്തോട് അധികമായി അടുത്ത് ദൈവസന്നിധിയിൽ ബലപ്പെടുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഇടയാക്കി സഹായിക്കുമാറാകട്ടെ. ഒരു ചെറിയ ചിന്ത. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. ഈ 17-ാം അധ്യായം നമ്മൾ വ്യക്തമായിട്ട് വായിച്ചാൽ യേശു പിതാവിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ 1-ാമത്തെ വാക്യം അത് വ്യക്തമാക്കുന്നുണ്ട്. യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞതെന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. അതായത് താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരുമായി താൻ സംവാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി, തന്നെ അറിഞ്ഞവർക്ക് വേണ്ടി താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ പിതാവിനോട് പറയുന്ന ചില കാര്യങ്ങളെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ അധ്യായം മുഴുവനും വളരെ പ്രസക്തമാണ്. ഇതിൻ്റെ ഓരോ വാക്കുകളും വളരെ വിലപ്പെട്ടതാണ്. വചനം മുഴുവനും അങ്ങനെ തന്നെയാണെങ്കിലും ഈ അധ്യായം വളരെ പ്രസക്തമായ ചില ചിന്തകൾ ഇതിനകത്തുണ്ട്. അതിനകത്തെ ഒരു ഭാഗമാണ് നമുക്ക് ചിന്തിപ്പാനിടയാകുന്നത്. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഒന്ന്, ഏകസത്യമായ ദൈവത്തെയും ദൈവം അയച്ച പുത്രനായ യേശുക്രിസ്തുവിനെയും തിരിച്ചറിയുന്നത് ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ അത് നിത്യജീവനാണെന്ന് വചനം പഠിപ്പിക്കുന്നു. ശിഷ്യന്മാർക്കു വേണ്ടി യേശു ദൈവത്തോട് ഈ പ്രാർത്ഥന കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ പറയുമ്പോൾ, യേശുവിന് വ്യക്തമായിട്ടറിയാം അടുത്ത നിമിഷങ്ങൾ തൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു. എന്നാൽ എന്ത് തന്നെ സംഭവിച്ചാലും അതിൻ്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ടു. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായി അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചും ഇരിക്കുന്നു. യേശുക്രിസ്തു ഏത് ദൗത്യത്തിനു വേണ്ടിയാണോ ഇറങ്ങി വന്നത്, ഭൂമിയിലേക്ക് ദാസരൂപമെടുത്ത് ഇറങ്ങി വന്ന് സ്ഥാനമഹിമകളെ വെടിഞ്ഞത്, തൻ്റെ ആ ശുശ്രൂഷയിൽ തന്നെ ഏൽപ്പിച്ചത് എന്താണോ താനത് ചെയ്ത് തികച്ചു എന്ന് ഇവിടെ വ്യക്തമാക്കിക്കൊണ്ട് ഈ പദം വിളിച്ചു പറയുന്നു. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. അതായത് ദൈവത്തിൽ നിന്ന് തനിക്ക് എന്ത് ലഭിച്ചുവോ അത് താൻ ആർക്ക് കൊടുത്തു? തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. അടുത്തത് പറയുന്നു,
ആ വചനത്തെ അവർക്ക് കൊടുത്തപ്പോൾ അവൻ എന്ത് ചെയ്തു? കൈക്കൊണ്ടു. എന്നിട്ട് അടുത്തത് പറയുകയാണ്, ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന സത്യമായി അറിഞ്ഞും നീ എന്നെ അയച്ചുവെന്നും അവർ വിശ്വസിച്ചിരിക്കുന്നു. അപ്പോൾ യേശുവിനെ കർത്താവെന്നും രക്ഷിതാവെന്നും നാം വിശ്വസിക്കുകയും വായികൊണ്ട് ഏറ്റുപറയുകയും ചെയ്യേണ്ട സമയമായി. അല്ലെങ്കിൽ ഏറ്റുപറഞ്ഞ പ്രിയപ്പെട്ടവർ അതേ സത്യത്തിൽ ഉറച്ചു നിൽക്കേണ്ട കാലഘട്ടമാണെന്നുള്ളത് വചനം ഇവിടെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ശിഷ്യന്മാർക്ക് വേണ്ടി ഈ ഒരു പ്രാർത്ഥന കഴിക്കുമ്പോൾ യേശുവിന് നല്ല ഗ്യാരണ്ടി ഉണ്ട്. ഇതിനകത്ത് ഒരുവനൊഴിച്ച് ബാക്കി എല്ലാവരും എങ്ങനെയാകുന്നു? അതിൻ്റെ 12-ാമത്തെ വാക്യം പറയുന്നു, അവരോട് കൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. ഞാൻ അവരെ സൂക്ഷിച്ചു. തിരുവെഴുത്തിന് നിവർത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല. അതായത് ദൈവവചനത്തെ അവിശ്വസിക്കുകയും ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ എങ്ങനെയായിത്തീരുന്നെന്ന് വചനം പറയുന്നത്? നാശയോഗ്യനാകുന്നു. യേശുവിനോട് കൂടെ നടന്ന 12 പേരെയും തിരഞ്ഞെടുത്ത് യേശുവിനോട് കൂടെ ഇവർ നടക്കുമ്പോഴും ഇതിനകത്ത് ഒരുവൻ ആരായിത്തീരുകയാ? യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നവനായി മാറുകയാ. പ്രിയമുള്ളവരെ, ദൈവത്തോട് നമ്മുടെ സമീപനം അത് വിലയേറിയതാണ്. യേശു മുഖാന്തരം നമുക്ക് ലഭിച്ച ദൈവത്തോട് നമ്മുടെ ആ ബന്ധത്തെ നമ്മൾ ഊട്ടി ഉറപ്പിക്കുമ്പോൾ തന്നെ സാഹചര്യങ്ങൾക്കൊത്തവണ്ണം നാം യേശുവിനെ തള്ളിപ്പറയുന്നവരായി മാറരുതെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. സാഹചര്യത്തിന് മുൻപിലല്ല ദൈവത്തിന്റെ പ്രവൃത്തി. കരയുന്നവരുടെയും നിലവിളിക്കുന്ന ദൈവമക്കളുടെയും മുൻപിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. 1 ദിനവൃത്താന്ത പുസ്തകം 17-ാം അധ്യായം അതിന് 20-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടതൊക്കെയും ഓർത്താൽ യഹോവേ, നിന്നെപ്പോലെ ഒരുത്തനുമില്ല, നീ അല്ലാതെ ഒരു ദൈവവുമില്ല. ഞങ്ങളുടെ സ്വന്തം ചെവി കൊണ്ട് ഞങ്ങൾ കേട്ടതൊക്കെയും ഓർത്താൽ, നമ്മുടെ പിതാക്കന്മാരും നമ്മളൊക്കെയും ദൈവത്തിന്റെ പ്രവൃത്തി അനുഭവിച്ചറിഞ്ഞവരും അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നവരുമാണ്. അബ്രഹാം, ഇസാക്ക്, യാക്കോബ് എന്ന് പിതാക്കന്മാരെ എടുത്തു പഠിച്ചാൽ ദൈവപ്രവൃത്തിയുടെ വലിയൊരു അളവ് അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അവരൊക്കെയും കാലാകാലങ്ങൾ മൺമറഞ്ഞു പോയപ്പോഴും ഇന്നും നമുക്ക് വേണ്ടി പിതാവിന്റെ വലത് ഭാഗത്തിരുന്ന് പക്ഷപാതം ചെയ്യുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്നുള്ളത്, ഒരു കർത്താവ് നമുക്കുണ്ടെന്നുള്ളത് നാം മറന്നു പോകരുതേ എന്ന് വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു. ഞങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടതൊക്കെയും ഓർത്താൽ യഹോവേ, നിന്നെപ്പോലെ ഒരുത്തനുമില്ല, ദൈവത്തെ പോലെ വേറെ ഒരുത്തനുമില്ല എന്ന വചനം പഠിപ്പിക്കുന്നു. കർത്താവിനെ പോലെ വേറെ ഒരുത്തനുമില്ല. ഇതുപോലെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന വേറെ ആരും ഇന്നുവരെയും ഭൂമിയിൽ ഉണ്ടായിട്ടില്ല എന്ന് വചനം പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുകയും ദൈവമായ യേശുവിനെ പൂർണ്ണമായി അറിയുകയും അവനെ വിശ്വസിക്കുകയും ചെയ്താൽ നമുക്ക് നിത്യജീവനുണ്ട്. നിത്യത അവകാശമാക്കി മുൻപോട്ട് പോകണമെങ്കിൽ യേശുക്രിസ്തുവിനെ വ്യക്തമായി വിശ്വസിക്കുകയും അറിയുകയും ചെയ്യണം. യേശുവിനെ അറിയുന്നത് എങ്ങനെയാണ്? യേശുവിനെ അറിയണമെങ്കിൽ, ദൈവത്തെ അറിയണമെങ്കിൽ നമുക്ക് വചനവുമായി ബന്ധമുണ്ടാകണം. നമ്മുടെ കുടുംബ ബന്ധങ്ങളെ നമ്മൾ നിലനിർത്തുവാൻ വേണ്ടി ബന്ധപ്പെടുന്നവരാ. നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ കുടുംബത്തെയും ചേർത്ത് നിർത്തുവാൻ വേണ്ടി നമ്മളൊക്കെയും ബന്ധപ്പെടുന്നവരാ. അതുപോലെ തന്നെ ദൈവത്തെയും ദൈവവചനത്തെയും ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം നമ്മൾ എത്ര പേര് കഷ്ടപ്പെടുന്നുണ്ട്, ബന്ധപ്പെടുന്നുണ്ട് എന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് ശോധന ചെയ്യുന്നത് നന്നായിരിക്കും. 1-2 വാക്യം കൂടെ വായിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. 17:7 പറയും, നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്നാകുന്നു എന്ന് അവർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു.
അടുത്തത് 9 വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിനു വേണ്ടിയല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവരാകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഈ പ്രത്യേക സാഹചര്യത്തില്, ഈ മഹാവ്യാധിയുടെ നടുവിലും ദൈവമക്കളെ നമ്മൾ ഒരു കാര്യം ഓർത്തോണം. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു തമ്പുരാൻ നമുക്കുണ്ടെന്നുള്ളത് നാം മറന്നു പോകരുത്. യേശു പറയുന്നു, ഞാൻ ഇവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് എന്തിനാ? ലോകത്തിനു വേണ്ടിയല്ല, നീ എനിക്ക് തന്നിട്ടുള്ള നിനക്കുള്ളവരാകൊണ്ട് അവർക്ക് വേണ്ടി അത്രയേ ഞാൻ അപേക്ഷിക്കുന്നത്. അപ്പൊ യേശു തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന് വ്യക്തമായിട്ട് അറിയാം, ഇവരാരാന്നറിയാമോ? ഇവരെ ദൈവം എനിക്ക് തന്നിട്ടുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ ദൈവം നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലുള്ളവരെ ദൈവം നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. ശുശ്രൂഷാ മേഖലകൾ ദൈവം ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ ചുറ്റുപാടുകളെ ദൈവം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. സംഹാരകൻ കടന്നു പോകുവോളം കട്ടളപ്പടിമേലും കുറുമ്പടിമേലും കുഞ്ഞാട് രക്തം കൊണ്ട് മുദ്രയിടത്തക്കവണ്ണം ദേശത്താക്കിയിരിക്കുന്ന നമ്മള് കയ്യിലേൽപ്പിക്കപ്പെട്ട ജനത്തെ കരങ്ങൾ കോർത്തു പിടിച്ചുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറാകണം. വെറും 300 പേരെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, ജയം കൊടുക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, ഭൂമിയിലെ നമ്മുടെ എന്ത് കഴിവുകളും ഏത് വിദ്യാഭ്യാസവും നമ്മുടെ ഏത് പ്രശംസയും ഇല്ലാതായി പോകുന്ന ഈ ഒരു സാഹചര്യത്തില് ദൈവസ്ഥലം മുഴങ്കാലമടക്കി ഹൃദയത്തിന്റെ വേദനകളെ ദൈവസ്ഥലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ചുറ്റുപാടുമുള്ളവർക്ക് വേണ്ടി, ലോകത്തിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കരയുവാനും ഈ കാലങ്ങളിൽ നമുക്ക് എഴുന്നേൽക്കുവാൻ ഇടയായി തീരട്ടെ. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നു, ഇവർ എന്റെ നാമത്തെ വെളിപ്പെടുത്തണമെങ്കിൽ, യേശു പറയുക, ഇവർ എന്റെ നാമത്തെ വെളിപ്പെടുത്തണമെങ്കിൽ എങ്ങനെയായി തീരണമെന്നറിയാമോ? നീ അവരെ എനിക്ക് തന്നു, ഞാൻ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ എന്റെ വചനം, നീ എന്നെ അയച്ച ദൗത്യത്തെ ഞാൻ ഇവർക്ക് കൊടുത്ത് ഞാനത് പ്രമാണിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളെ ഏൽപ്പിച്ച നിത്യജീവൻ നഷ്ടപ്പെടുത്തി കളയാതെ നമുക്ക് ചുറ്റുപാടുമുള്ള പലരെയും അവരെ കരങ്ങളിലേക്ക് നമുക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട്, അവരെ ഓർത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥലങ്ങൾ നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, ദൈവവചനത്തിൽ ഉച്ചരിക്കുവാൻ, ഇത് നന്നായി എന്ന് പറയത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തിലും ഇടയായി തീരുമാറാകട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ദിനവൃത്താന്ത പുസ്തകത്തിൽ വായിച്ചതുപോലെ, ഞങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടതൊക്കെയും ഓർത്താൽ, ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ചെയ്തതൊക്കെ ഓർത്താൽ, ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതൊക്കെ ഓർത്താൽ, ഞങ്ങൾ എങ്ങനെ ആയിരിക്കണം? നിന്നെ പോലെ ഒരുത്തനുമില്ല എന്ന് നിന്നിൽ വിശ്വസിച്ചുകൊണ്ട്, നീ ഒറ്റ ദൈവം, പൂർണ്ണനായ ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിച്ച് മുന്നേറുവാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങളെ ഇടയാക്കണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെയും ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ ഇന്ന് പകൽക്കാലം ഇടയായി തീരട്ടെ. ദൈവം നമ്മളേവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.